ദുരന്തർ. ഈ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു, ഇതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ട് ബോളിവുഡിലൊരു ഉഗ്രൻ സിനിമ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇത് കുറേ തവണ കേട്ടിട്ടുള്ള കഥ തന്നെയാണ്, ബോളിവുഡിലൊരു ഉഗ്രൻ സിനിമ വരാൻ പോകുന്നു. അതായത് നമ്മുടെ YRFൻ്റെ സ്പൈ യൂണിവേഴ്സിൻ്റെ സിനിമകളുടെ ട്രെയിലർ കാണുമ്പോഴും പറയുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ കരുതി ഇത് ശങ്കര പിന്നെയും തെങ്ങ തന്നെ കയറാനുള്ള പരിപാടി പോലത്തെ ഒരു പടമാണെന്ന് ഓർത്തു. പിന്നെ രൺവീർ സിംഗ് ആണ്. എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നിയിട്ടില്ല രൺവീർ സിംഗിനോട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെയും ഈ പറയുന്ന പോലെ YRFൻ്റെയും കൈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറും കൂടെ ആയതുകൊണ്ട് ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനും ഈ ബോളിവുഡ് സിനിമകൾ കളിയാക്കാനായിട്ട് ഇങ്ങനെ മുൻപന്തിയിൽ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പണ്ട് കണ്ടിരുന്ന സിനിമകളോട് ഒക്കെ ഉള്ളൊരു ഇഷ്ടം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അറിയാം ഒരു ബോളിവുഡ് സിനിമ അവരുടെ ഇൻഡസ്ട്രി മോശം അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങാനും ഒരു എല്ലാം സെറ്റായ ഒരു പടം വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഓളം എന്തായിരിക്കും എന്ന് നല്ലതായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ഇങ്ങനെ കാണണോ വേണ്ടയോ ഒരു ഡബിൾ മൈൻഡ് ആയിരുന്നു. പിന്നെ സെയിം ടൈമാണ് കളങ്കാവൽ റിലീസായത്. അപ്പോൾ നമുക്ക് അത് കണ്ട് ഇത് വേണമെങ്കിൽ OTT വരുമ്പോൾ കാണാം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൺ ടൈം 3.5 മണിക്കൂർ റൺ ടൈം ഉണ്ടെന്ന് കേട്ടു. 3 മണിക്കൂർ 35 മിനിറ്റോളം റൺ ടൈം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു മടിയായിരുന്നു കാണാനായിട്ട്. അതാണ് ഫസ്റ്റ് വീക്കിലൊന്നും ഇതൊക്കെ അടുത്തുണ്ടോയെന്ന് പോലും നോക്കാൻ പോയില്ല. ഈ സിനിമ ഇവിടെ അടുത്ത് കളിക്കുന്നുണ്ടോയെന്ന് പോലും നോക്കാൻ പോയില്ല. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ വരുമ്പോൾ OTT വരുമ്പോൾ കാണാമെന്ന് ഓർത്തു. പക്ഷേ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ അങ്ങ് ഒരു ഓളം, അതായത് ഒരു ട്രെൻഡിങ് അങ്ങ് ആയിക്കൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും ദുരന്തർ അതിൻ്റെ വീഡിയോസ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സീസ്, പിന്നെ പ്രൊപ്പഗാൻഡയാണെന്ന് കുറച്ച് പേര് പറയുന്നു. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കോൺട്രവേഴ്സി വന്നു കഴിയുമ്പോഴേ നമുക്ക് എന്നാ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊന്ന് കണ്ട് നോക്കിയേക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അടുത്തുകൊണ്ടോ നോക്കിയപ്പോൾ തൊട്ടടുത്ത് തിയേറ്ററിലുണ്ട്. അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് കാണാൻ തീരുമാനിച്ചത്. കുറച്ചൊരു ഡ്രൈവ് ചെയ്ത് പോയി കാണേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു എഫേർട്ട് എടുക്കില്ലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഒരു സിനിമ 3 മണിക്കൂർ കൂടുതലാണെന്ന് പറയുമ്പോഴേ കാണാനൊരു മടിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് എൻ്റെ രീതിയിലൊരു 2-2.5 മണിക്കൂറിനുള്ളിൽ മാക്സിമം നിർത്തുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീല്. അത് കാരണം ആ ഒരു 3.5 മണിക്കൂർ എപ്പോഴും എൻ്റെ മൈൻഡിലൊരു നെഗറ്റീവായിട്ട് അത് വേണോ വേണ്ടയോ ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ട് 3.5 മണിക്കൂർ സിനിമകളുടെ. അതായത് കഭി ഖുഷി കഭി ഗം, ഈ സാധനം കണ്ട് തീർക്കാൻ പെട്ട പാട് എനിക്കറിയത്തുള്ളൂ. അതൊരു അരമണിക്കൂറിൻ്റെ 7 എപ്പിസോഡ് ആക്കുകയാണെങ്കിൽ അതൊരു ഒരാഴ്ച ഒരു സീരിയൽ പോലെ ഇറക്കാവുന്ന സാധനമാണ്. അതുപോലത്തെ ഒരു ഓർമ്മകളൊക്കെ വന്നത് കാരണം ചെറുതായിട്ട് പിന്നോട്ട് വലിച്ചെങ്കിലും രണ്ടും കൽപ്പിച്ചങ്ങ് കണ്ടേക്കാമെന്ന് കരുതി. 3.5 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, 1 മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചില്ല. അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരുന്നു. അത് തിയേറ്ററിൽ കാണാൻ പോകുന്ന സമയത്താണെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു ഇത്ര നേരം ഇരിക്കേണ്ടതല്ലേ, അപ്പോഴത്തേക്കും ഒരു സീറ്റിങ്ങും ഒക്കെ കാര്യമൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണാം. ഇതാണെങ്കിൽ റിക്ലൈനറും ഇല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കസേര ചാരി ഇരിക്കുന്ന പോലെ ഇരുന്ന് കാണണം. എന്നാൽ പിന്നെ ഒന്ന് എണീറ്റ് പോവാം, ഇൻ്റർവെല്ലാകുമ്പോൾ പോകാമെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലും ഇല്ല. അത് ഇവിടുത്തെ ഒരു പ്രശ്നമായിരുന്നു. ഞാനിപ്പോൾ കാനഡയിലാണ്, അത് കാരണമാണ് ആ ഒരു പ്രശ്നം വന്നത്. ഇൻ്റർവെല്ലില്ലായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായിട്ട് ആളുകൾ യൂസ് ചെയ്തിരുന്നത് ഇതിൽ 2-3 പാട്ടുകൾ വരുന്നുണ്ട്. ആ സമയത്താണ് എല്ലാവരും എണീറ്റ് പോകുന്നത്. പക്ഷെ ഞാൻ പോയില്ല. കാരണം അത്ര ക്രിസ്പായിട്ട് അവർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പടം. അതിന് ഡയറക്ടർ ആൻഡ് ടീം, അതായത് ആദിത്യ ധർ, അദ്ദേഹം ഒരു ഉഗ്രൻ ടീമിനെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് കാണാനുണ്ട്. കാരണം നമുക്ക് യൂഷ്വലായി കാണുന്ന ടീംസ് അല്ല, ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ടായിരുന്നു. നല്ലൊരു തിയേറ്റർ വാച്ച് തന്നെയായിരുന്നു ദുരന്തർ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബോളിവുഡ് സിനിമ ഇങ്ങനെ ഒന്ന് വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യ അറിയപ്പെടുന്ന ഇപ്പോഴും ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ പേര് തന്നെയാണ് ആണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ റീജിയണൽ മൂവീസ്, അതായത് നമ്മുടെ മലയാളം മൂവീസൊക്കെ ആണെങ്കിലും
നല്ലതായി തന്നെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ നിന്നാണ് പുറത്തെല്ലാം അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല സിനിമ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് എത്ര കൈയടി കൊടുത്താലും മതിയാകത്തില്ല. കാരണം നമുക്ക് ഇത്രയും ലോങ് ആയിട്ടുള്ള സിനിമ ഒരു സെക്കൻഡ് പോലും ബോറടിച്ചില്ലെങ്കിൽ പറയാമല്ലോ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത്ര എൻഗേജ്ഡ് ആയിട്ട് ഇത് ഇരുത്താൻ കാരണം അതിൻ്റെ മ്യൂസിക്. അതായത് ശാശ്വത് സച്ദേവ് അങ്ങനെ എങ്ങാണ്ടാണ് ആളുടെ പേര്. ആദിത്യ ധറിൻ്റെ ആദ്യത്തെ സിനിമയായ ഉറിയുടെയും മ്യൂസിക് ആൾ തന്നെയാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിൽ അവരാ ഒരു ക്ലാസിക്കലും റാപ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വരുന്നത്, പ്രത്യേകിച്ച് ദുരന്തറിൻ്റെ ആ ടൈറ്റിൽ ട്രാക്ക്, അത് ഒരു ഉഗ്രൻ സാധനം. അതെൻ്റെ ഇപ്പോൾ എൻ്റെ റിപ്പീറ്റ് മോഡ്, അതെപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ട് ഇരിക്കുന്നൊരു മ്യൂസിക്കായി മാറിയിരിക്കുക. കാരണം അത് ആ സിനിമയിൽ വരുന്നൊരു സീനുണ്ട്, അതായത് സ്പോയിലറല്ല എങ്കിലും ഒരു ചെറുതായിട്ട് ഒരു നല്ലൊരു പോയിന്റിലാണ് അത് വരുന്നത്. അത് കാരണം ആ സോങ് പിന്നെ കേൾക്കുമ്പം ആ ഒരു സീൻ ഇങ്ങനെ മൈൻഡിൽ വരിക. അപ്പോൾ അത് കാരണം പിന്നെ അതുപോരാതെ പല സിറ്റുവേഷനിലും യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക് ഭയങ്കരമായിട്ട് നമ്മൾ സീനിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന പോലെ വയലൻസ്, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സീനിൽ ആ വയലൻസിൻ്റെ ഒരു മീറ്റർ അങ്ങ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ഇനി കാണാൻ പോകുന്നത് ഇതാണ്, ഇത് എക്സ്പെക്റ്റ് ചെയ്ത് ഇരുന്ന് കാണാമെന്ന് തന്നെ ഓർത്തു. അപ്പോൾ പണ്ടായിരുന്ന ഒരു ഗോർ സിനിമകളൊക്കെ കാണുമ്പം ഒരു ചോരക്കളിയൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഇപ്പോൾ എൻ്റെ മനസ്സിന് ശക്തി വന്നുകൊണ്ടാണോ അല്ലോ എന്നറിയില്ല, ഇപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടപ്പോൾ നല്ല കൊള്ളാം, തലയടിച്ച് പൊളിക്ക് അങ്ങനെ ഒരു രീതിയിൽ കാണാൻ തോന്നിയിരുന്നു. അപ്പോൾ വയലൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്, അവരത് റോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ആ ഒരു എഫക്റ്റ് കിട്ടി അത്ര ഇതായിട്ട് അവർ കാണിച്ചതിൻ്റെ. പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസുകൾ ഓർഡറിൽ പറയാം. ആദ്യം തന്നെ കാണിക്കുന്ന മാധവൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഡയലോഗ് പറയുമ്പോൾ കിട്ടുന്നൊരു പവറുണ്ട്. ആ പവർ ഈ സിനിമയിലും തുടക്കത്തിൽ തന്നെ ജസ്റ്റ് പുള്ളി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മാധവൻ നല്ലൊരു ഫീല് കിട്ടി. അത് നല്ലതായിട്ട് തന്നെ ആ പുള്ളിയുടെ റോള് അധികം നേരം സ്ക്രീൻ ടൈം ഇല്ലെങ്കിലും അതൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. അടുത്ത പാർട്ടിൽ നന്നായിട്ട് ആ റോള് കുറച്ചുകൂടെ എക്സ്പ്ലോർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീയായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ രൺവീർ സിംഗ് നായകൻ രൺവീർ സിംഗിൻ്റെ സിനിമ എന്ന് വേണമെങ്കിൽ ചിലർ പറയുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ആദിത്യ ധർ സിനിമ തന്നെയാണ്. കാരണം ഇതിൽ നമുക്ക് രൺവീർ സിംഗിനെ കാണാൻ പറ്റുന്നില്ല. ഒരു ഹിന്ദി സിനിമയുടെ ഒരു രീതിയിൽ ഞാൻ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാരൂഖ് ഖാൻ്റെ സിനിമ അല്ലെങ്കിൽ ഇത് സൽമാൻ ഖാൻ്റെ സിനിമ, അങ്ങനെ ഒരു സ്റ്റാറിൻ്റെ ബേസിസിൽ അറിയപ്പെടുക സിനിമകൾ മിക്കപ്പോഴും. ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അങ്ങനെ ഒരു രീതിയിൽ ഇത് ആരാ ഡയറക്റ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് പിന്നെ തപ്പിപ്പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ദുരന്തറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദിത്യ ധറിൻ്റെ ദുരന്തർ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ അയാൾ ചെയ്തിരിക്കുന്ന സ്റ്റോറിയും ആ ക്യാരക്ടേഴ്സാണ് നമുക്കറിയുള്ളൂ അത് പ്ലേ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ അവിടെ അക്ഷയ് ഖന്നയാണെങ്കിൽ ഒരു കൊടൂര വില്ലനാണ്, പക്ഷേ അക്ഷയ് ഖന്നയെ നമ്മൾ മറന്നു, അവിടെ ആ വില്ലനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു ഡയറക്ടർ വിജയിക്കുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ആ ക്യാരക്ടേഴ്സാണ് കയറിയിരിക്കുന്നത്. അക്ഷയ് ഖന്നയുടെ പെർഫോമൻസും ഉഗ്രൻ. പക്ഷേ എനിക്ക് അക്ഷയ് ഖന്നയാണ് ഇപ്പോൾ എല്ലാവരും ഒരു സ്ക്രീൻ പ്രസൻസിൻ്റെ മേളിൽ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് നേരമുള്ളെങ്കിലും ആ ഒരു ടെറർ ഫീൽ കിട്ടിയത് അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടറായിരുന്നു. അർജുൻ രാംപാൽ ആ ഒരു ISIയുടെ നേതാവായിട്ട് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭീകരത ഫീൽ ചെയ്യും. അതിൽ പ്രത്യേകിച്ചും ആ ഒരു മുംബൈ അറ്റാക്കിൻ്റെ ആ ഒരു സീൻ കാണിക്കുന്ന സമയത്ത്, കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ആ ഒരു റോള് പാകിസ്ഥാൻകാരായിട്ട് അഭിനയിക്കണം അവർ. അപ്പോൾ ഇതിൽ രൺവീർ സിംഗിൻ്റെ റിയാക്ഷൻ ആ ഒരു സീനിൽ നല്ല ഉഗ്രനായിരുന്നു. പക്ഷേ സെയിം ടൈം അവർ ആ ഒരു നെഗറ്റീവ് ഇതിൽ അഭിനയിക്കണമല്ലോ, അപ്പോൾ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അർജുൻ രാംപാൽ ആ സീനിൽ ഏറ്റവും ടോപ്പായിട്ട് വന്ന് എനിക്ക് തോന്നി അർജുൻ രാംപാൽ തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന സിനിമയിലും പുള്ളിയുടെ ഒരു നല്ലൊരു പ്രസൻസ് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കോമിക് റിലീഫായിട്ട് നമുക്ക് രാകേഷ് ബേദിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. സെയിം ടൈം അതൊരു ക്യാരക്ടറാണ്, ചുമ്മാ കോമഡിക്ക് വേണ്ടി വരുന്നൊരു ഇതല്ല, ആളിലൂടെയാണ് കഥ കുറേയൊക്കെ പോകുന്നത്. പല ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന രാകേഷ് ബേദിയുടെ ആ ഒരു മന്ത്രി ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ അത്
പുള്ളിയും കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സാറാ അർജുൻ്റെയും രൺവീർ സിംഗിൻ്റെയും ആ ഒരു റൊമാൻറ്റിക് പാർട്സൊക്കെ അത് സിനിമയ്ക്ക് ആവശ്യമാണ്. അത് കൊള്ളത്തില്ലായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. സിനിമയ്ക്ക് ആവശ്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാ അർജുന് നമ്മളെങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, നമുക്ക് സാറാ അർജുനെ കാണുമ്പോഴേ എപ്പോഴും ആ ഒരു ദൈവ തിരുമകളും ആൻമരിയ കലിപ്പിലാണ് ഒക്കെയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ആ ഒരു രീതി കണ്ട ആൾ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വളർന്നു പോയത് നോക്കുമ്പോൾ നമ്മുടെ പ്രായം കൂടിപ്പോയല്ലോ എന്ന് ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു കാണുമ്പം. പക്ഷേ അത് കഥയിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന്. അടുത്ത പാർട്ടിൽ നല്ല റോൾ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം കഥ കൊണ്ടുപോകുന്ന മറ്റൊരാളാണ് അതായത് രൺവീർ സിംഗിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവലാണ് സിനിമയിൽ കൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കഥ കൊണ്ടുപോകാൻ വേണ്ടി ഓരോരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നതാണ് ഈ സിനിമ മെയിനായിട്ടും. ബോറടിച്ച സീനുകൾ ഇല്ല. പക്ഷെ എന്താ അറിയത്തില്ല, ഇവരെങ്ങനെ ഈ ഐറ്റം സോങ്ങിന് ഒരു സമയം കണ്ടെത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് എവിടുന്നോ ഒരു 2 മിനിറ്റാൾ ഇവർക്ക് കാണിക്കണം. കാരണം ഇവർ ഐറ്റം സോങ് നടക്കുന്നുണ്ട്, അത് ബാക്കിൽ അതവർക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വെച്ച് ചെയ്തു പോയാൽ മതി. ഇത് അവർ കാണിച്ചിട്ട് ഐറ്റം സോങ്ങിൻ്റെ ആ ഒരു ക്ലോസപ്പ് ഷോട്ടും അങ്ങനത്തെയൊക്കെ ആയിട്ട് അത് ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആക്ഷൻ സീനുകൾ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീനുകൾ സൂപ്പറാവാൻ കാര്യം, ഒന്നാമത്തെ കാര്യം ഒരു ടോട്ടൽ ടീം എഫേർട്ട് നല്ലതായിരുന്നു. പക്ഷേ സെയിം ടൈം ഓൾവേസ് ദ മ്യൂസിക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിപൊളി. ഇതിനകത്ത് ഏറ്റവും ആ മ്യൂസിക് കാരണം നമുക്ക് നല്ലതായിട്ടൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ തോന്നി. അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമയെപ്പറ്റി കൂടുതലായിട്ട് എനിക്കങ്ങനെ പറയാനും തോന്നിയില്ല. പക്ഷേ അത് ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. കുറേ നാൾ കൂടി വന്നിരുന്നതാണ് ഇങ്ങനൊരു സിനിമ. ഒന്നുകൂടെ കാണാനൊന്നും പറ്റത്തില്ല, ഒരു തവണ അടിപൊളിയായിട്ട് കാണാം. ഒന്നുകൂടെ കാണണമെങ്കിൽ നമുക്കിനി അടുത്ത പാർട്ടൂടെ വരട്ടെ. പുള്ളി ചെയ്തൊരു കാര്യം നന്നായി. എന്തായാലും ഇത്ര ഫൂട്ടേജ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇത്രയും ലെങ്ത് കൂടി പോയല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയാതെ അത് രണ്ടും എനിക്ക് ഇറക്കിയേ പറ്റുള്ളൂ. കാരണം എല്ലാ ഡീറ്റെയിലും ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ തന്നെ കാണിക്കണമെന്ന് ആദിത്യ അദർ തീരുമാനിച്ചത് അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് കയറുന്ന ഹൈപ്പിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അതിന് പണി കിട്ടാൻ പോകുന്നത് ഈ സൈഡ് വഴി ഒരു സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് ടീംസ് വരുന്നുണ്ട്. ഈ ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ സ്പൈ യൂണിവേഴ്സിൻ്റെ അടുത്ത പടം വരുന്നത്. എന്തോ ആൽഫയോ ആലിയ ഭട്ടിൻ്റെയാണ്. അത് ഇപ്പം തന്നെ വേണമെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് അത് നിലം തൊടാതെ പൊട്ടു എന്നൊക്കെയാണ് തോന്നുന്നത്. വിജയിക്കട്ടെ, ഒരു വർക്കല്ലേ, അപ്പോൾ വിജയിക്കട്ടെ. പക്ഷേ അത് എനിക്കൊരു പ്രതീക്ഷ കുറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പടവും എനിക്കിഷ്ടമല്ല. ഇത് എന്താ പറയുക, ഒന്നാമത്തെ കാര്യം യാഷ്രാജ് ഫിലിംസിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ എന്ത് സബ്ജക്റ്റോ എന്തും ആയിക്കോട്ടെ, അവർക്ക് മെയിനായിട്ടും കാണിക്കേണ്ടത് ലവാണ്. അവർക്ക് ലവ് കാണിക്കണം. അതായത് ഈവൻ ഈ പാകിസ്ഥാൻ്റെ സ്പൈയും ഇന്ത്യയുടെ സ്പൈ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ലവ് സ്റ്റോറിയും അവരുടെ കുറേ പാട്ടും അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പിന്നെ അപ്പോൾ അതാണ് അവർക്ക് എന്ത് കാണിക്കേണ്ട. പക്ഷേ ഇതിലതൊന്നും നോക്കിയില്ല. അതല്ല ഇമ്പോർട്ടൻറ്റ്. ഇതിലൊരു സ്റ്റോറി ഉണ്ട്, ഇതിൽ കുറച്ച് റിയൽ ഫാക്ട്സ് നന്നായിട്ട് കാണിക്കണം. ഇതൊരു റിയൽ സ്റ്റോറി ബേസിസിലാണ്. അതുകൊണ്ട് നമുക്ക് എഫക്റ്റ് കിട്ടി. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിലുള്ളതാണ്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇതിൻ്റെയും പോക്കിരിയുടെയും കഥ സെയിം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതേലോ ഇതിനും പോക്കിരിയുടെയും കഥ സെയിം ആണല്ലോ അങ്ങനെ ഓർക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് മുംബൈ അറ്റാക്കും അങ്ങനത്തെ റെഡ് ഫോർട്ടിലെ അറ്റാക്കും കാണ്ഡഹാറിൻ്റെ എയർപോർട്ട് ഹൈജാക്കും ഒക്കെ കാണിച്ചിരിക്കുന്നത് നടന്ന സംഭവങ്ങളാണ്. അത് അതിൻ്റെ ആ തീവ്രതയോട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊപ്പഗാൻഡയുടെ കാര്യം പറയുന്നത്, പ്രൊപ്പഗാൻഡ ഇപ്പോൾ ഈയിടെയായിട്ട് ഓരോ സിനിമകൾക്ക് പല സിനിമകൾക്കും കേൾക്കുന്ന ഒരു ഇതാണ്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ എംപുരാൻ വന്നപ്പോഴാണ് ഇതൊരു പ്രൊപ്പഗാൻഡ ചിത്രമാണ്, BJPക്ക് എതിരെയാണ്. അപ്പോൾ എന്താ പെട്ടെന്ന് BJPക്ക് എതിരെയാണ് എങ്കിൽ നമുക്കൊന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോയി അത് കാണും. പിന്നെ അത് കാരണമല്ല എങ്കിലും അങ്ങനെ ഒരു ഇത് വരുമ്പോൾ പെട്ടെന്ന് സംഘികൾക്കെതിരെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്നാൽ അത് കണ്ടേ ഉള്ളെന്ന് പറഞ്ഞ് കാണുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ സെയിം ടൈം അവരെന്താ വിചാരിക്കേണ്ടത്, ഇവരിങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കളയാം. അപ്പോൾ അതാണ് ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണെന്നുള്ള ഒരു മനസ്സ് വെച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മളൊരു സിനിമ കാണുക, അവരൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണുകയെന്ന രീതി കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കാരണം വെച്ച് സിനിമ മോശമാണെന്ന് പറയുന്ന ആളുകളെ കണ്ട് അതൊരു വിഡ്ഢിത്തരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല വർക്ക് തന്നെയാണ്. എത്ര
എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്കത് കാണാൻ പറ്റും. നല്ല നല്ല ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ സീനുകളും ഒക്കെ ഉണ്ട്. നല്ല ഈവൻ വയലൻസ് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്നുവെച്ചാൽ കണ്ണെടുത്ത് കാണാതിരിക്കാൻ നമുക്ക് തോന്നിയാലും പെട്ടെന്ന് നമ്മൾ അത് കൊള്ളാം എന്നൊരു തോന്നുന്ന രീതിയിലുള്ളൊരു വയലൻസ്. പ്രത്യേകിച്ച് എനിക്ക് ഇതിൽ ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് തന്നെ അർജുൻ രാംപാലിൻ്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര ഒരു ടെറർ സീനാണ്, ഭയങ്കര സീനത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്, പക്ഷേ എന്നാലും കണ്ടു അങ്ങനെ. അപ്പോൾ ദുരന്തർ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. കാണാൻ പറ്റുന്നവരൊക്കെ കാണുക. അത് വലിയൊരു ഗ്ലോബൽ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളിപ്പം ഇവിടെ കാനഡയിൽ ഇത് കാണാൻ പോയപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ആര് കാണാനാന്ന് ഓർത്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ 2 ദിവസത്തെ ഷോ, അതായത് പടം ഇറങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞു. 2 ദിവസത്തേക്ക് അത് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ളാണ്. ആ തിയേറ്റർ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള തിയേറ്റർ തന്നെയാണ്, അതെല്ലാം ഫുള്ളാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പോയപ്പോഴാണെങ്കിലും നേരത്തെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് നല്ലൊരു സീറ്റിംഗ് കിട്ടി. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പടം നല്ലതായതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് വിജയിക്കട്ടെ, നല്ല കാര്യം. അടുത്ത ഭാഗം ഇതിലും വലിയൊരു വിജയമാകട്ടെ. അത് ഓവർ ഹൈപ്പ് കയറി പോവാതെ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഇന്ന ആളുടെ ക്യാമിയോ ഉണ്ടാവും, മറ്റേ ആൾ വരും, ഇതിലെ ചില ദാവൂദ് ഇബ്രാഹിം വരും, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓവർ ഹൈപ്പ് കയറ്റേണ്ട. അവർ ഓൾറെഡി എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അവർക്ക് പ്രഷർ കൊടുത്ത് പുതിയ ഫുട്ടേജ് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള അവസരമൊന്നും ഉണ്ടാകാതെ അത് അതുപോലെ തന്നെ ആദിത്യദർ എങ്ങനെ ആദ്യം പ്ലാൻ ചെയ്യുന്നുവോ അതുപോലെ തന്നെ ആ സിനിമ ഇറങ്ങാൻ പറ്റട്ടെ. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സോ ദുരന്തർ എല്ലാവരും പോയി കാണുക, നല്ലൊരു സിനിമ തന്നെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.